Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the speech. Question in the Universe by Stephen Hawking. First semester, Calcutta University, FIUGP, English Language Skill for Sciences. In this video, we discussed about short answer questions. What major discovery in the 1920s changed our understanding of the universe nature? 1920s ഏത് മേജർ ഡിസ്കവറിയാണ്, അതായത് ഏത് കണ്ടെത്തലാണ് ചേഞ്ച്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി യൂണിവേഴ്സ് നേച്ചർ? ദ ഡിസ്കവറി ഓഫ് എഡ്വിൻ ബബിൾ ഇൻ ദ 1920s ദാറ്റ് ഗാലക്സീസ് ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ വാസ് എ കീ ടേണിംഗ് പോയിന്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ 1920s ഉള്ള ഒരു ഡിസ്കവറി എന്ന് പറയുന്നത് എഡ്വിൻ ബബിളാണ്. അത് ഗാലക്സീസ് മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ എന്ന് പറയുന്നത് ആണ് ഈ ഒരു ഡിസ്കവറി. Why does Stephen Hawking believe it is likely that we are the only civilization within several hundred light years? എന്തുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങനെ വിശ്വസിച്ചത്? അതായത് നമ്മൾ മാത്രമാണ് ഒരു സെവറൽ ഹൺഡ്രഡ് ലൈറ്റ് ഇയേഴ്സ് അതിനുള്ളിൽ നമ്മൾ മാത്രം ആണ് ഉണ്ടായിരുന്നത്, വേറെ ഏലിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഹോക്കിംഗ് ബിലീവ് ദാറ്റ് വി മൈറ്റ് ബി അലോൺ വിത്തിൻ സെവറൽ ഹൺഡ്രഡ് ലൈറ്റ് ഇയേഴ്സ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ഡിറ്റക്റ്റബിൾ റേഡിയോ വേവ്സ് ഫ്രം ദ അതർ സിവിലൈസേഷൻ. മറ്റുള്ള സിവിലൈസേഷനിൽ നിന്നുള്ള കണ്ടെത്തലുകൾ, അവരുടെ ആ ഒരു റേഡിയോ വേവ്സ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ആ ഒരു ആബ്സെൻസ് ആണ് ഇതിനുള്ള കാരണം. What role does Hawking assign to human exploration in space regarding the future survival of our species? ഏത് റോളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അസൈൻ ചെയ്തത് ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ, അതായത് നമ്മുടെ ഫ്യൂച്ചറിലെ സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്പീഷ്യസിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് എന്ത് ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ, എന്ത് റോളാണ് അസൈൻ ചെയ്തിരിക്കുന്നത്? Stephen Hawking believed that space exploration is essential for the survival of humanity. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സ്പേസ് എക്സ്പ്ലോറേഷൻ, ബഹിരാകാശ പര്യവേഷം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ സർവൈവലിന് എസെൻഷ്യലായിട്ടുള്ള ഒരു ഘടകമാണ്. ഹ്യൂമൻ ഷുഡ് പെർമനൻ്റ്ലി സെറ്റിൽ അതർ പ്ലാനറ്റ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ. അതായത് മനുഷ്യർ പെർമനൻ്റ്ലി അതർ പ്ലാനറ്റ്സിൽ സെറ്റിലാവുന്ന സമയത്ത് റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ കുറയും, അതായത് വംശനാശം ഭീഷണി കുറയും എന്നാണ് പറയുന്നത്. ഈ തോട്ട് ദാറ്റ് ലിവിങ് ഓൺ എ സിംഗിൾ പ്ലാനറ്റ് പുട്സ് us at risk of self-annihilation through war accidents. Given the challenges of the next 100 years, what action does Hawking suggest humanity should prioritize for survival? അതായത് നെക്സ്റ്റ് 100 ഇയേഴ്സിൽ നമുക്കൊരു ചലഞ്ച് ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ത് ആക്ഷനാണ് ഹ്യൂമാനിറ്റിയുടെ സർവൈവലിനെ പ്രയോറിറ്റൈസ് ചെയ്യുക? According to Stephen Hawking, humanity should prioritize colonizing other planets to survive next 100 years. Okay. How does the concept of the universe creating itself out of nothing challenge traditional ideas about the origin of the universe? എങ്ങനെയാണ്, അതായത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അത് എന്തിന് ചലഞ്ച് ചെയ്യുന്നുണ്ട്? ട്രഡീഷണൽ ഐഡിയാസ്, ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സിൻ്റെ ട്രഡീഷണൽ ഐഡിയാസിനെ ചലഞ്ച് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഐഡിയ ദാറ്റ് ദ യൂണിവേഴ്സ് ക്രിയേറ്റഡ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് നത്തിങ് ചലഞ്ചസ് ട്രഡീഷണൽ ഐഡിയാസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് ബിക്കോസ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് എ ക്രിയേറ്റർ ഇസ് നോട്ട്